നമസ്കാരം. തിഹാർ ജയിലിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ നെഞ്ചിൽ ഇടുത്തി പോലെ ആ വാർത്ത വന്നു വീണു. ഡൽഹി ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൂട്ടത്തോടെ ആം ആദ്മി നേതാക്കൾ രാജിവെച്ചു എന്ന വാർത്തയാണ് കെജ്രിവാളിന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയത്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ചതർപൂർ എം കർത്താർ സിംഗ് തൻവാറും ദില്ലി മുൻ മന്ത്രി രാജ്കുമാർ ആനന്ദും ഭാര്യ വീണ ആനന്ദുമാണ് ആം ആദ്മിയിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്നത്. ആം ആദ്മി പാർട്ടി നിലവിൽ തകർച്ചയുടെ വക്കിലാണ്. കെജ്രിവാളിന്റെ പി.എ സ്വാതി മലിവാളിനെ അതിക്രൂരമായി ആക്രമിച്ചതിൽ, കെജ്രിവാളിന്റെ പി.എ മർദ്ദിച്ചതു മുതൽ മദ്യനയ അഴിമതി കേസിൽ മുഖച്ഛായ തന്നെ തകർന്ന് തരിപ്പണമായി ഇരിക്കുന്ന സമയത്താണ് കൂട്ടത്തോടെ ആം ആദ്മി നേതാക്കൾ ബി.ജെ.പിയിൽ അംഗത്വമെടുക്കുന്നത്. ആം ആദ്മി പാർട്ടിയിൽ നിന്നുകൊണ്ട് ദളിതരായ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് രാജ്കുമാർ ആനന്ദ് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ആകെ ഒരു വഴിയുള്ളത് ബി.ജെ.പിയിൽ ചേരുക എന്നത് മാത്രമാണ്. ബി.ജെ.പി വേട്ടയാടുന്നു എന്ന് കെജ്രിവാൾ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിൽ കേസ് പരിഗണിച്ചപ്പോൾ കെജ്രിവാളിനെതിരെ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് കോടതി ജാമ്യം നൽകാത്തത്. ഡൽഹിയിൽ കുടിവെള്ളമില്ല. അടിസ്ഥാന കാര്യങ്ങൾ ഒന്നും തന്നെ ഡൽഹിയിൽ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാണ്. കൂടാതെ കോൺഗ്രസുമായി കെജ്രിവാൾ കൈകോർത്തതും ഒരർത്ഥത്തിൽ മറ്റു നേതാക്കളെ ചൊടിപ്പിച്ചു. ഇതൊരു പ്രധാന വിഷയമായി ആം ആദ്മി നേതാക്കൾ രാജിവെക്കാൻ കാരണമായി. കെജ്രിവാൾ എന്ന വ്യക്തി അഴിമതിക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചത്. അഴിമതിയെ തുടച്ചു നീക്കാൻ ചൂല് എന്ന ചിഹ്നവുമായി വന്നത്. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആം ആദ്മിയെ ചൂലുകൊണ്ട് തുടച്ചു നീക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആം ആദ്മിയുടെ തട്ടകമായ പഞ്ചാബിൽ പോലും പാർട്ടിക്ക് അടിപതറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി അധികകാലം പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന വ്യക്തമായ ബോധ്യം നേതാക്കൾക്ക് ഉള്ളത് കൊണ്ടാണ് ഓരോ നേതാക്കളും പാർട്ടി വിട്ടുപോകുന്നത്. പാർട്ടിയോട് ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞപ്പോൾ തന്റെ വാക്കിന് ഒരു വില പോലും തന്നില്ല എന്ന് മുൻ മന്ത്രി വ്യക്തമാക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭ കഴിഞ്ഞ 9 വർഷമായി ദളിതർക്ക് വേണ്ടിയുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ദളിതർ പാർട്ടിക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആം ആദ്മി സർക്കാർ ദളിതരെ ഒഴിവാക്കുന്നു എന്നതിൽ വലിയ സമരങ്ങളാണ് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ദളിതരെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ എല്ലാ ദളിതർക്കും കാര്യങ്ങൾ മനസ്സിലായി. കഴിഞ്ഞ ഏപ്രിലാണ് രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടി വിട്ടത്. അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അറസ്റ്റിലായതിനെ തുടർന്നാണ് ആനന്ദ് പാർട്ടി വിടുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവായിരുന്നു ആനന്ദ്. അഴിമതിക്കെതിരെ പോരാടാനാണ് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചത്. ആം ആദ്മി പാർട്ടി അഴിമതിയുടെ ചതിപ്പിൽ മുങ്ങിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് പോയത്. ഇത് അക്ഷരാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെ കനത്ത തിരിച്ചടിയായി എന്നതിൽ യാതൊരു സംശയവുമില്ല.